രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 9ാമത്തെ ദശകമാണ്, 6ാമത്തെ ശ്ലോകമാണ്, 93ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ളത് കാണാൻ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ സർവസ്വവുമായ കണ്ണൻ്റെ രാധ, രാധയുടെ പ്രണയം, രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി നമ്മൾ അവതരിപ്പിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും ഉടൻ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് ആരംഭിക്കും. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്, എല്ലാ വെള്ളിയാഴ്ചയും സൗന്ദര്യലഹരിയുടെ ക്ലാസ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്. കൊല്ലത്ത് 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നാണ്. ദൂരെ ഉള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999, തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട്, രാധാ സഹസ്രനാമമുണ്ട്, രാധിക കവചം 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, രാധാ മാനസ തന്ത്രമുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. അതേ കണക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവ പ്ലേലിസ്റ്റിനകത്തുള്ളതാണ്. നമ്മൾ കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങൾ ഏതെല്ലാം, കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജീവിത കഥ, അതേ കണക്ക് നിരവധി ഷോർട്ട് വീഡിയോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ മോർണിംഗ് മെസ്സേജ് ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങൾക്കത് തുടങ്ങാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മ കി ജയ്.
എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ ഇത് നമുക്ക് പാടിത്തരുന്നത് സുനിലാണ്. നമ്മുടെ സുനില് വളരെ ഗംഭീരമായി അദ്ദേഹത്തിൻ്റെ ഘനഗാംഭീര്യമായ ശബ്ദത്തിൽ കൃഷ്ണഭക്തിയിൽ ലയിച്ചിരുന്നു കൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടതായ രാധേ രാധേ ചാനലിന് ഏറ്റവും പ്രിയപ്പെട്ട സുനിൽ അത് ആലപിക്കാൻ പോവുകയാണ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, കേൾക്കണം. രാധാ സഹസ്രനാമം ഉടൻ രാധേ രാധേ ചാനലിൽ വരുന്നതാണ്. രാധാ സഹസ്രനാമം അതീവ വിശദമായിട്ടാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. കഥകളും ഉപകഥകളും ഒക്കെ ചേർത്ത് ഒരു സാധാരണ ആൾക്കാർ രാധാ സഹസ്രനാമം വിവരിക്കുന്ന രീതിയിലല്ല. അതുകൊണ്ട് രാധാ സഹസ്രനാമത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. അതേ കണക്ക് തന്നെ പിന്നെ അപ്പോൾ അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് രാധാറാണി ദർശനം തന്ന സംഭവം അതും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പിന്നെ വീഡിയോ ആക്കി അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കാം. നിങ്ങൾക്കും ഒക്കെ രാധാഭക്തി ഉണ്ടായി, രാധാ ദർശനം ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ സുനിൽ പാടുന്നത് കേട്ടുകൊള്ളൂ. കിരീടമുകുടോല്ലസത് ഘടകഹാരകേയൂരയം മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കലായ കുസുമപ്രഭം കലതലോല്ലസത്കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ശ്ലോകം വായിക്കാം. കിരീട മകുടോല്ലസത് കടക ഹാര കേയൂരയു മണിസ്ഫുരിത മേഖലം സുപരിവീത പീതാംബരം കലായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. അർത്ഥം എഴുതിക്കൊള്ളൂ. കിരീട മകുടോ ഉല്ലസത്. അർത്ഥം കിരീടവും മകുടവും കൊണ്ട് ശോഭിക്കുന്ന, കിരീടവും മകുടവും കൊണ്ട് ശോഭിക്കുന്ന. ഇപ്പം നമ്മൾ സംസ്കൃത ഡിക്ഷണറി തപ്പിയാൽ മകുടത്തിനും കിരീടമെന്ന് അർത്ഥം കാണാം. രണ്ടും ഏതാണ്ട് ഒന്നാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. കടക കൈവള, ഹാരം മാല, കേയൂരയുക് തോൾവള. കേയൂരയുക് എന്ന് പറഞ്ഞാൽ അർത്ഥം തോൾവള. മണി രത്നം, സ്ഫുരിതം ശോഭിക്കുന്ന, മേഖലം മേഖലയോട് കൂടിയതും, സുപരിവീത നല്ലവണ്ണം ചുറ്റിയിട്ടുള്ള, നല്ലവണ്ണം ചുറ്റിയിട്ടുള്ള, പീതാംബരം മഞ്ഞപ്പട്ട്, കളായ കുസുമപ്രഭം കായാമ്പൂവിന് തുല്യമായ, കളായ കുസുമപ്രഭം കായാമ്പൂവിന് തുല്യമായ, ഗളതലോ ഉല്ലസത് കഴുത്തിൽ ശോഭിക്കുന്ന, ഗളതലോ ഉല്ലസത് കഴുത്തിൽ ശോഭിക്കുന്ന, കൗസ്തുഭം കൗസ്തുഭരത്നവും, വപുസ്തദൈ അങ്ങയുടെ ശരീരം, വപുസ്തദൈ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ശരീരം, ഭാവയേ ഞാൻ ധ്യാനിക്കുന്നു, കമലജന്മനെ കമലജന്മനെ ബ്രഹ്മാവിനാൽ ദർശിതം ദർശിതം കാണപ്പെട്ട. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശിരസിൽ കിരീടവും മകുടവും അണിഞ്ഞിരിക്കുകയാണ് ഭഗവാൻ. അപ്പൊ ശിരസിൽ കിരീടവും മകുടവും അണിഞ്ഞതും, കൈകളിൽ കൈവളകളും തോൾവളകളും ധരിച്ചതും, കഴുത്തിലാകട്ടെ തിളങ്ങുന്ന കൗസ്തുഭ രത്നവും മുത്തുമാലകളും ധരിച്ചു ശോഭിക്കുന്നതും, പിന്നെ നല്ലവണ്ണം ചുറ്റിയുടുത്ത പീതാംബരവും, കായാമ്പൂവിന് തുല്യം ശോഭയുള്ള ബ്രഹ്മാവിന് കായാമ്പൂവിന് തുല്യം ശോഭയുള്ള തൻ്റെ ശരീരം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത നിന്തിരുവടിയുടെ
ആ ഉടലിനെ ഞാൻ ധ്യാനിക്കുന്നു. അതായത് ബ്രഹ്മാവിന് ദർശനം കിട്ടിയ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ ശിരസിൽ കിരീടവും മകുടവും അണിഞ്ഞിട്ടുണ്ട്, കയ്യിൽ കൈവളയുണ്ട്, തോൾവളയുമുണ്ട്, കഴുത്തിൽ തിളങ്ങുന്ന കൗസ്തുഭ രത്നവും മുത്തുമാലയും ഒക്കെ ധരിച്ചിട്ടുണ്ട്. പീതാംബരമാണ് ഭഗവാൻ ഉടുത്തിരിക്കുന്നത്. ഭഗവാന്റെ ശരീരമാകട്ടെ കായാമ്പൂവിന് തുല്യമങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. ആ ശരീരത്തെ, ബ്രഹ്മാവ് കണ്ട ആ ശരീരത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഇനി നമ്മളെ ഒന്നാമത്തെ വരി നമുക്കൊന്ന് എടുത്തു നോക്കാം. കിരീട മകുടോല്ലസ കടകഹാര കേയൂര യുഗ്, ഇതാണല്ലോ ഒന്നാമത്തെ വരി. എന്താ പറഞ്ഞിരിക്കുന്നത്? കിരീട മകുടോ ഉല്ലസ, കിരീടവും മകുടവും കൊണ്ട് ശോഭിക്കുന്ന, കടക കൈവള, ഹാരം മാല, കേയൂരയുക്ക് തോൾവള. അതായത് ഒന്നാമത്തതിൽ ബ്രഹ്മാവ് അന്തർദൃഷ്ടി കൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് കണ്ട ആ രൂപത്തെ ശിരസ് തൊട്ട് കീഴോട്ടിങ്ങനെ വർണ്ണിക്കുകയാണ്. ആദ്യമായി ശിരസിൽ ബ്രഹ്മാവ് കാണുകയാണ്. ശിരസിൽ കിരീടവും മകുടവും അണിഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മകുടത്തിൻ്റെ അർത്ഥം നോക്കിയാലും കിരീടവുമാണ്. അപ്പൊ കിരീടവും മകുടവും തലയിൽ അണിയുന്ന ആഭരണം എന്ന നിലയ്ക്ക് ഒന്നാണെന്ന് തോന്നും. പക്ഷേ അവർക്കൊരു വ്യത്യാസമുണ്ട്. മനസ്സിലായ? അതായത് മുകളിലേക്ക് മാത്രമായിട്ട് വൃത്തമിങ്ങനെ കുറഞ്ഞ് മേലറ്റം കൂർത്ത തലയിൽ വെക്കുന്ന ഒന്നാണ് കിരീടം. അപ്പൊ കിരീടം എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ വൃത്താകൃതിയിലാണ്. ആ വൃത്തം കുറഞ്ഞ് ഏറ്റവും മേളിലെക്കുമ്പോൾ അതിങ്ങനെ കൂർത്ത് നിൽക്കും. അതാണ് ആരെന്ന് പറയുന്നത് മകുടം, അല്ല കിരീടം എന്ന് പറയുന്നത്. എന്നാൽ മകുടം എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലയുടെ ആകൃതിയുള്ളതാണ്. മനസ്സിലായില്ലേ? മകുടം ചന്ദ്രക്കലയുടെ ആകൃതിയുള്ളതാണ്. ഈ മകുടം ശിരസിൻ്റെ മുൻഭാഗവും വശങ്ങളും എല്ലാം മറയ്ക്കും. അപ്പൊ കിരീടവും മകുടവും ഡിക്ഷണറി തപ്പിയാൽ ഒന്നാണെന്ന് തോന്നും, പക്ഷേ രണ്ടിനും നേരിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഈ കിരീടവും ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള ശിരസിൻ്റെ മുൻഭാഗവും വശങ്ങളും മറച്ചിരിക്കുന്ന ആ മകുടവും ആര് കാണുന്നു? നമ്മുടെ ബ്രഹ്മാവ് കാണുന്നു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? തോൾവളയുണ്ട്, തോളിൽ തോൾവളയുണ്ട്, കയ്യിൽ കൈവളയുണ്ട്. അങ്ങനെ തോൾവളകളും കൈവളകളും ഭഗവാനെ അലങ്കരിക്കുന്നു. അങ്ങനെ അലങ്കരിക്കുന്ന ഭഗവാന്റെ രൂപം കണ്ടു. അതാണ് ഒന്നാമത്തെ വരിയിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ വരിയിൽ എന്താ പറയുന്നത്? മണിസ്ഫുരിത മേഖല സുപരിവീത പീതാംബരം. മണി എന്ന് പറഞ്ഞാൽ എന്താണ്? രത്നം. സ്ഫുരിതം ശോഭിക്കുന്ന, മേഖലം മേഖലയോട് കൂടിയ, സുപരിവീത നല്ലവണ്ണം ചുറ്റിയിട്ടുള്ള, പീതാംബരം മഞ്ഞപ്പട്ട്. അപ്പൊ രണ്ടാമത്തെ വരിയിൽ പറയുന്നത് ഭഗവാന്റെ നെഞ്ചിൽ നിരവധി മാലകളുണ്ട്. ഭഗവാന്റെ നെഞ്ചിലിങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് കൗസ്തുഭം എന്ന് പറയുന്ന രത്നവും. പിന്നെ നിരവധി രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള മാലകളും, പിന്നെ അരപ്പട്ട നല്ലവണ്ണം ഉടുത്തിട്ടുള്ള പിന്നെ നല്ലവണ്ണം ഉടുത്ത പീതാംബരം. പിന്നെ ഭഗവാന്റെ അരപ്പട്ടയാകട്ടെ അതും നല്ല ഒന്നാന്തരം രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചത്. അപ്പൊ ഭഗവാന്റെ നെഞ്ചിൽ നിരവധി മാല, ഭഗവാന്റെ നെഞ്ചത്ത് വെട്ടിത്തിളങ്ങുന്ന കൗസ്തുഭം, അതേ കണക്ക് തന്നെ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള അരപ്പട്ട, പിന്നെ നന്നായിട്ടുടുത്ത പീതാംബരം. അതേ ഭഗവാന്റെ പ്രിയപ്പെട്ട വസ്ത്രം. നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഭഗവാന്റെ ആരാണ്? മഞ്ഞ പട്ട്. ഇനി നമുക്ക് മൂന്നാം വരിയും നാലാം വരിയും കൂടെ ഒന്നിച്ചാണ്, അത് ചേർത്താണ്. നോക്കേ. കലായ കുസുമപ്രഭം ഗളതലോല്ലാസത് കൗസ്തുഭം വപുസ്തഭൈ ഭാവയേ കമലജന്മനേ ദർശിതം. അപ്പൊ കലായ കുസുമപ്രഭം അർത്ഥം കായാമ്പൂവിന് തുല്യമായ, ഗളതലോ ഉല്ലസത് കഴുത്തിൽ ശോഭിക്കുന്ന,
വപുസ്തദയി അർത്ഥം അങ്ങയുടെ ശരീരം. വപുസ്തദയി അങ്ങയുടെ ശരീരം. എന്താണ്? ഭാവയേ അർത്ഥം ഞാൻ ധ്യാനിക്കുന്നു. കമല ജന്മനേ ബ്രഹ്മാവിനാൽ. അപ്പൊ എന്താ 3ഉം 4ഉം വരിയിൽ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഭഗവാന്റെ കഴുത്തിൽ ജ്വലിക്കുന്ന രത്നമാല, ശരീരമാകട്ടെ കായാമ്പൂവിൻ്റെ വർണ്ണം, നെഞ്ചിൽ നിരവധി മാലകള്. അതായത് ശരിക്കും ബ്രഹ്മാവ് കണ്ട മഹാവിഷ്ണുവിൻ്റെ രൂപമൊന്ന് മനസ്സിലൊന്ന് വരച്ചിട്ട് നോക്കേ. എന്താ കണ്ടിരിക്കുന്നത്? അരയിൽ മഞ്ഞ പട്ടുടുത്ത്, ശിരസിൽ കിരീടം വെച്ച്, ചന്ദ്രക്കല ആകൃതിയുള്ള മകുടം ചാർത്തി, കൈകളിൽ കൈവളകളും തോൾവളകളും അണിഞ്ഞ്, മുത്തുമാലകൾ ധരിച്ച്, നെഞ്ചത്ത് കൗസ്തുഭ രത്നം ധരിച്ച്, കായാമ്പൂവിന് തുല്യമായ നിറത്തിൽ ശോഭിക്കുന്ന ഭഗവാന്റെ തിരുവുടലിനെ ബ്രഹ്മാവ് കണ്ടു. ആ തിരുവുടലിനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാര് പറയുന്നു? സാക്ഷാൽ നാരായണ ഭട്ടതിരിപ്പാട്. എന്നിട്ട് നമ്മുടെയൊക്കെ ഒരു ആചാര്യൻ എന്ന നിലയിൽ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നമ്മളോട് പറയുകയാണ്, ബ്രഹ്മാവ് കണ്ട ഭഗവാന്റെ രൂപം, ആ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പൊ ബ്രഹ്മാവ് കണ്ട ഭഗവാന്റെ രൂപം, ഞാൻ ധ്യാനിക്കുന്ന ഭഗവാന്റെ രൂപം, ജ്വലിക്കുന്ന രത്നമാലയും കായാമ്പൂ വർണ്ണവും, ശിരസിൽ കിരീടവും മകുടവും കൈവളകളും തോൾവളകളും കൗസ്തുഭരത്നവും മുത്തുമാലകളും അരപ്പട്ടയിൽ രത്നങ്ങളും കായാമ്പൂവിന് തുല്യമായി ശോഭിക്കുന്ന തിരുവുടലും, അത് നിങ്ങളും ആരാധിക്കൂ. അതാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഈ രൂപം ആരാധിക്കുകയാണ് ഞാൻ. അങ്ങനെയാണ് എൻ്റെ വാതരോഗം മാറുന്നത്. അതേ കണക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഇത് ആരാധിക്കൂ. അതെ, രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, മഞ്ഞ പട്ടുടുത്ത്, കിരീടം വെച്ച്, മകുടം വെച്ച്, കൈവള തോൾവള അണിഞ്ഞ്, നെഞ്ചില് കൗസ്തുഭ രത്നം അണിഞ്ഞ്, മുത്തുമാല ധരിച്ച്, രത്നം കൊണ്ടുള്ള അരപ്പട്ട ധരിച്ച്, കായാമ്പൂ പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ തിരുവുടലിനെ നിങ്ങളും ധ്യാനിക്കൂ, ഞാനും ധ്യാനിക്കാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.